ഈ നിമിഷത്തിലും ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട്. റിപ്പോർട്ടറിന്റെ ഒരു ഇമ്പാക്റ്റാണ്. തിരുവനന്തപുരം വിളവൂർക്കലിൽ സുലോചനയുടെ വീടിന് ഭീഷണിയായ വിവാദമരം മുറിച്ചുമാറ്റി. 6 മാസം മുമ്പ് നൽകിയ പരാതിയിൽ പഞ്ചായത്ത് നടപടിയെടുത്തിരുന്നില്ല. റിപ്പോർട്ടറിന്റെ ലൈവത്തോണിന് പിന്നാലെയാണ് സ്ഥലമുടമ മരം മുറിച്ചത്. ഈ വാർത്തയിൽ ഇടപെട്ടത് റോഷിപാലും അന്ന് ഈ വാർത്ത നയിച്ച നമ്മളുടെ ഈ മുഴുവൻ വാർത്താ സംഘത്തിൽപ്പെട്ടവരും ഒപ്പം സുജയും ഒക്കെ ചേർന്നാണ് സുലോചനാമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുത്തത്. ഈ സുലോചനാമ്മ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തിൻ്റെ ഇടപെടലിലാണ്, റോഷിപാലിൻ്റെയും സംഘത്തിൻ്റെയും ഇടപെടലിലാണ് സുലോചനാമ്മയ്ക്ക് നീതി കിട്ടിയത്. സുലോചനാമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ആ റോഷിപാലും കൂടെയുണ്ട്. സുലോചനാമ്മ നമസ്കാരം. നമസ്കാരം. ചായയൊക്കെ കുടിച്ചോ? ചായയൊക്കെ കുടിച്ചു. തണുപ്പൊക്കെയാണ്. മഴയുണ്ടോ അവിടെ? മരം മുറിച്ച് മാറ്റാൻ വേണ്ടി പറഞ്ഞത് സാർ. അതെ, മഴയുണ്ടോ ഇപ്പൊ അവിടെ വീട്ടില്? ഇല്ല മഴയില്ല. മഴയില്ല. അപ്പൊ നല്ല സന്തോഷമായി. ഇല്ല വീട്ടിൽ മഴയില്ല. ആ, കേട്ടു. രാത്രി സുഖമായിട്ട് വളരെ സന്തോഷം. സന്തോഷം സുലോചനാമ്മയുടെ ആ വിഷമം കേട്ടിട്ട് നല്ല സുഖമായിട്ടൊന്നും കിടന്ന് ഉറങ്ങിയില്ല സാറേ. ഇപ്പം പറഞ്ഞോ. നല്ലതായിട്ടൊന്നും കിടന്ന് ഉറങ്ങിയില്ല സാറേ. മരം പറഞ്ഞതുപോലെയൊന്നും മുറിച്ചില്ല. പറഞ്ഞതുപോലെയൊന്നും മുറിച്ചില്ല സാറേ. പിന്നെ എന്താ, എങ്ങനെയാ മുറിച്ചിരിക്കുന്നത് ഇപ്പോ? പറഞ്ഞതുപോലെയൊന്നും മുറിച്ചില്ല. ഒന്നിന്റെ പകുതി മുറിച്ച് 4 മരം മുറിക്കാനാണ് വീഡിയോക്കാർ പറഞ്ഞിട്ട് പോയത്. അത് ഇവ 1ന്റെ പകുതി മാത്രം മുറിച്ച് നിർത്തിയിരിക്കണം. ബാക്കി 3ന്റെ ചെറു ചുള്ളികളാണ് കോതി ഇട്ടിട്ട് ഇറങ്ങിപ്പോയി. ഈ 4 മരവും നമ്മുടെ വീടിന് മുകളിലേക്ക് ചാഞ്ഞു കിടക്കുകയാണല്ലേ? തന്നെ. ഓക്കെ. അപ്പൊ അതിലെ ഒരു മരത്തിന്റെ പകുതിയാണ് ഇപ്പൊ മുറിച്ചിരിക്കുന്നത്. എന്നും രാവിലെ പകുതി നിൽക്കണം. മൂട് മുറിക്കാൻ പറഞ്ഞപ്പോ അവൻ എന്റെ കൂടെ പറഞ്ഞെങ്ങനെയാന്ന് വെച്ചാൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് മുറിച്ച് തരാന്ന്. അത് ചുമ്മാ സാറേ. ഇയാളി പോലീസുകാരനാണോ, നമ്മുടെ അയൽവാസി? അത് ചുമ്മാ തന്നെ പോലീസുകാരൻ തന്നെ. ഇത് എന്തു മരമാ ഇങ്ങനെ? ഇന്നും രാവിലെ 7 മണിക്ക് ഇവിടെ വന്നിരുന്നു സാറേ. എനിക്ക് പേടി. പറഞ്ഞോ. റബ്ബർ മരം. ഓ, അത് ശരി. ഇത് വെട്ടുന്ന റബ്ബർ മരം തന്നെ നിൽക്കണത്. റബ്ബർ മരം തന്നെ. അതുമല്ല, ആ മതിലും പൊളന്നിരിക്കണം. ഒരാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവത്തക്ക മണ്ണ ഉള്ള വിടവുമായി നിൽക്കണം. ഒരു പോസ്റ്റ് എപ്പോഴാണ് മറിയണം എന്നുള്ളത് ഒരു പിടിയും ഇല്ല. ഈ രാവിലെ 7 മണിക്ക് ഞങ്ങൾ 2 പേരും പോകും. നമ്മുടെ പോലീസുകാരൻ എന്താ രാവിലെ 7 മണിക്ക് വന്നപ്പോ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല സാറേ. വന്നില്ല, കള്ളം. ഒന്നും പറഞ്ഞില്ല, മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ല. എന്നെ കാണുമ്പോൾ കൂറയെല്ലാം മുറിച്ച് കനപ്പിച്ച് വെച്ചോണ്ട് നിന്ന്. എനിക്കൊരു പേടി സാറേ. വല്ലും എടുത്ത് എറിഞ്ഞു തരുമെന്നൊരു പേടി. അങ്ങനെയൊന്നും അറിയത്തില്ല. സുലോചനാമ്മ ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളെല്ലാം ഇല്ലേ. ആ പോലീസുകാരെ ഒന്ന് പേടിച്ചിരിക്കുക. മാത്രമല്ല, ഇനിയിപ്പോ നമ്മൾ ഈ ബാക്കി മരം മുറിച്ചില്ലെങ്കിൽ ഞങ്ങളെ റോഷിപാൽ അവിടെ വരും. മരം മുറിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ സുലോചനാമ്മ. അല്ല, ഈ പഞ്ചായത്തിൽ മണിക്കുട്ടനാണെങ്കിൽ അവന് ഭയങ്കര പേടി. അവനോടൊപ്പം ചേർന്നിരിക്കണം. അല്ല, ഈ പഞ്ചായത്തിൽ വന്ന സെക്രട്ടറി പറയാണ് സാറേ. പഞ്ചായത്ത് സെക്രട്ടറി വന്നിപ്പോ ഇടപെട്ടല്ലോ. ഇടപെട്ടു. 4 മരം മുറിക്കണമെന്ന് പറഞ്ഞു. ഒരു മരത്തിന്റെ പകുതി മുറിക്കാൻ ഇയാൾക്ക് ബുദ്ധിമുട്ട് സുലോചന. അത് എന്നോട് അന്ന് പഞ്ചായത്ത് സെക്രട്ടറി വന്നപ്പോൾ പറയാണ്, ഇപ്പോഴത്തേക്കുള്ള പേടി തീർന്നല്ലേ, ഇനി ഒരു സമയം ആവട്ടെന്ന്. ആര് സെക്രട്ടറി പറയുന്ന? ലാലി പറഞ്ഞത്. ലാലി മെമ്പർ. ലാലി. ഈ ലാലി മെമ്പർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയല്ലേ? തന്നെ 2 പേരും. ഞാൻ പേപ്പർ കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യിൽ. പ്രസിഡന്റ് പറഞ്ഞ്, ഇപ്പം നിങ്ങൾ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല, എനിക്കിത് അറിഞ്ഞൂടായിരുന്നു. ഞാനത് പിന്നീടാണ് ഇവരെല്ലാരും കൂടെ എന്നെ കൊണ്ട് അവരെ മുമ്പേ കൊണ്ടുപോയത്. അവരാണ് ഇവിടെ വന്നത്, സെക്രട്ടറിയും കൂടെ. അപ്പം ആ ലാലി എന്ന് പറഞ്ഞവരെ പറയണ ഇപ്പോഴത്തെ ഒരു പേടി ഭയം തീർന്നല്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മൂട് പിന്നെ തെളുത്ത് വരില്ലേന്ന് കേട്ടോ പറഞ്ഞ് അപ്പോഴാവട്ടെന്ന്. അല്ല സുലോചനാമ്മ, നമ്മുടെ വീടിന് മുകളിലേക്ക് ഈ 4 മരവും ചാഞ്ഞു നിൽക്കുകയാണോ? ഈ 4 മരവും മുറിക്കാനായിട്ട് പഞ്ചായത്ത് പറഞ്ഞായിരുന്നോ? 4 മരം ചാച്ചിക്കണം. ഇന്ന് രാവിലത്തെ കാറ്റിൽ ഞാൻ വിചാരിച്ചു സാറേ ഒടിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ കൂടെ വരുമെന്ന്. അത്ര കാറ്റായിരുന്നു. ഇപ്പൊ ഒരു മരത്തിന്റെ പാതി മുറിച്ചു അല്ലേ? ഒരു മരത്തിന്റെ പാതി മുറിച്ച് കംപ്ലീറ്റാ. അത് മൂട് നിൽക്കണം. മൂട് ശരി. ഇനി അത് കിളുത്ത് വരുമ്പോൾ അത് പ്രശ്നമാവും. പക്ഷേ മൂട് മുറിച്ചിട്ടില്ല, പാതിയാ മുറിച്ചിട്ടേക്കുന്നത്. പക്ഷേ ബാക്കി 3 മരങ്ങൾ എങ്ങനെയാ? വീടിന് ഭീഷണിയാണോ? പാതി. ബാക്കി 3 മരത്തിന്റെ കൊമ്പെല്ലാം നിൽക്കണ്. ചെറു ചുള്ളികൾ മാത്രം ഒടിച്ച്.
ആ കൊമ്പുകൾ നമ്മുടെ വീടിന്റെ പുറത്തോട്ടാണോ കിടക്കുന്നത്? കൊമ്പ് ആ ഈ നിന്ന മരം അനുസരിച്ച് നോക്കിയാ ചെറിയ ചെറിയ കൊമ്പുകളെല്ലാം മുറിച്ചേക്കണ്, ബാക്കിയുള്ള തടിക്കൊമ്പ് നിൽക്കുകയാണ്. ആ തടിക്കൊമ്പ് നിൽക്കുന്നതിനകത്തൊരു പേടിയുണ്ടോ സുലോചനാമ്മയ്ക്ക്? പേടി ഇന്നത്തെ കാറ്റത്ത് പേടി ഉണ്ടായിരുന്നു സാറേ. ഓക്കെ, അപ്പൊ ഇനി സുലോചനാമ്മയ്ക്ക് വേണ്ടത് എന്താ? ബാക്കി പാതി മരവും കൂടി ഭയങ്കര മുറിക്കണം കാറ്റൊക്കെ അല്ലേ? വരണത്. ആ പാതി മരവും കൂടി മുറിക്കണം. പാതി മരം ഈ 4 എണ്ണം അന്ന് സാറ് വീഡിയോക്കാർ പറഞ്ഞിട്ട് പോയി ആ 4 മരവും കൂടെ മുറിച്ച് മാറ്റി എനിക്ക് ഏറ്റവും നല്ലത് സാറേ. ബാക്കി 3 മരവും കൂടി മുറിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ പഞ്ചായത്ത് പറയുന്നത് അതിപ്പോ ഭീഷണി ഇല്ലല്ലോ, അത് ബാക്കി നമുക്ക് പിന്നീട് വരുന്ന പോലെ മുറിക്കാമെന്നാണ്. മരം കൂടെ മുറിച്ച എനിക്ക് മുറിച്ച് നല്ല സക്സസ് എനിക്കെങ്കിൽ. ഓക്കെ സുലോചനാമ്മ, എന്തായാലും നമുക്കത് നോക്കാം. എന്തായാലും പെട്ടെന്നുള്ള ഭയം എന്നെ ആൾക്കാർ ഇതേപോലെ ഒരു ഇതില്ല. മനസ്സിലായി. എന്തായാലും ആ പേടി വളരെ പെട്ടെന്നുള്ളൊരു പേടി അങ്ങ് പോയല്ലോ അല്ലേ? ആ അപകടമുള്ള മരം മുറിച്ചു മാറ്റി. വളരെ ആ മരം മുറിച്ച് മാറ്റി. ഇനി 3 എണ്ണം നിൽക്കണതും കൂടെ എനിക്ക് പേടിയുണ്ട് സാറേ. ഓക്കെ, നമുക്കത് നോക്കാം. നമുക്ക് ലാലി മെമ്പറോടൊത്തൊന്ന് സംസാരിക്കാം. അപ്പം ഇനി വിഷമമൊന്നും വേണ്ട. ഇനി ആ പോലീസുകാരനുമായിട്ട് ഇപ്പൊ എങ്ങനെ പിണക്കത്തിലാണോ? കണ്ടാൽ നിങ്ങൾ മിണ്ടത്തില്ലേ? നമുക്ക് തമ്മിൽ ഒരു പിണക്കവും ഇല്ല സാറേ. പിണക്കമൊന്നും വേണ്ട. ഭർത്താവ് അവന് ജോലിക്കൊക്കെ പോണ ഒരു മനുഷ്യനായിരുന്നു. പിണക്കമൊന്നും വേണ്ട, ഇനി സ്നേഹത്തോടൊക്കെ ജീവിച്ചാൽ മതി. അദ്ദേഹത്തോട് നമുക്ക് പറയാം കേട്ടോ. സുലോചനാമ്മയുടെ ഒരു പേടിയല്ലേ, അത് ന്യായമുള്ളൊരു പേടിയായിരുന്നല്ലോ. എന്തായാലും പഞ്ചായത്ത് ഇടപെട്ടു. ഒരു പിണക്കവും ഇല്ല. ഓക്കെ, എന്താ നമ്മുടെ ആ പോലീസുകാരന്റെ പേര് സുലോചനാമ്മ? ഇന്നലെ അവനെ സഭയിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. എന്റെ ആരെ പേര്? നമ്മുടെ പോലീസുകാരന്റെ പോലീസുകാരന്റെ എന്തൊരു സജി. ഓക്കെ, എവിടുന്ന് ഇറക്കി വിട്ടു എന്നാ പറഞ്ഞ സുലോചനാമ്മ? സജു പള്ളിന്ന്. എന്തിനാ? സഭയെന്ന്. അത് ഈ മരത്തറ മുറിച്ച് മാറ്റി കൊടുക്കാറ്റ്. അപ്പൊ പള്ളിക്കാര് സഭയൊക്കെ ഇടപെട്ടു അല്ലേ? ഇടപെട്ട് കൊള്ളാം, ഇടപെട്ട്. ഇത് ആദ്യമേ അവര് പറഞ്ഞൊക്കെ മുറിച്ച് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പഴയൊന്നും വരൂലായിരുന്നല്ലേ, നിനക്ക് നാണക്കേട് ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് സത്യം, അതല്ലേ നമുക്കും സജിയോട് ചോദിക്കാനുള്ളത്. ജ്യേഷ്ഠന്മാര് 2 പേരും പറഞ്ഞു, നീ അവരെ വീടിനെ അവന്റെ ജ്യേഷ്ഠന്മാര് 2 പേരും പറഞ്ഞു, നീ അവർ 2 പേരും വയസ്സായിരിക്കുകയാണ്, നീ അത് മുറിച്ച് മാറ്റിക്കൊടു, അവരെന്നേ കൊടുത്ത പരാതിയാണെന്ന്. അതെ, എന്നിട്ട് കേട്ടില്ല. മെനിയാൻ എന്നെ കണ്ടപ്പോൾ ഓടി ബൈക്ക് ചവിട്ടിക്കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ചെയ്തത് വളരെ ഉപകാരമെന്ന്. എന്താ ഈ പോലീസുകാരൻ പറഞ്ഞ? പോലീസുകാരന്റെ ചേട്ടന്മാർ 2 കൂടെ. ശരി, അതൊന്നും കാര്യമാക്കണ്ട. ജോണി അതൊരു കാര്യമാക്കണ്ട. അത് എന്തായാലും ഒരു നാട് മുഴുവൻ സുലോചനാമ്മയ്ക്കൊപ്പം ഉണ്ട്, ഞങ്ങളും ഉണ്ട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റോഷിപാലിനെ വിളിച്ചൊന്ന് അറിയിച്ചാൽ മതി. റോഷിപാൽ ഇടപെടും കേട്ടോ. എനിക്ക് സാറേ നമ്പർ അടിക്കാൻ അറിഞ്ഞൂടാ സാർ, അതാണ് ഒന്നാമത്തെ കാര്യം. അത് റോഷിപാൽ പറഞ്ഞു തരും. റോഷിപാൽ ആ നമ്പർ സുലോചനാമ്മയ്ക്ക് കയ്യിൽ എഴുതി തരും. എന്റെ വീട് ഇവിടെ അല്ല സാറേ, എന്റെ വീട് അങ്ങ് കിളിമാനൂരാണ്. ഓക്കെ, ഇപ്പൊ വീടിന്റെ പാതി പൂർത്തിയായി ഇവിടെ കൊണ്ടുവന്നിട്ട് 46 വർഷമായി. 46 വർഷമായി. എങ്ങനെയുണ്ട് ചേട്ടൻ? എങ്ങനെയുണ്ട് ചേട്ടൻ? ഇപ്പൊ എങ്ങനെയുണ്ട്? അന്ന് കണ്ടപ്പോ വളരെ ആരോഗ്യം മോശമായിരുന്നു. ആരോഗ്യം അത് അന്നത്തെ പോലെ മോശം തന്നെ സാറേ. അങ്ങനെ ഇരിക്കുകയാണ്, ജോലിക്കും കൂലിക്കും ഒന്നുമില്ല, 10 പൈസ ഒരു വരുമാനമില്ല, അങ്ങനെ ഇരിക്കുകയാണ്. സുലോചനാമ്മയ്ക്ക് എന്താ വരുമാനം ഉള്ളത്? ഞാൻ തന്നെ ഈ വീട് ചെലവ് കഴിക്കണതും അല്ല. എനിക്ക് ഒരു വരുമാനം ഇല്ല സാറേ. ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഈ വീടുള്ളതിനെ കൊണ്ട് തൊഴിലുറപ്പിനും കയറ്റണില്ല. അപ്പൊ ഭക്ഷണത്തിന് കാര്യങ്ങളൊക്കെ അരിയൊക്കെ വാങ്ങുന്നത് എങ്ങനെയാ? അരിയൊക്കെ വാങ്ങിക്കാൻ അരി ഫ്രീ ആയിട്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടും സാറേ. ഇന്ന് നാളെ റേഷൻ കടയില്ല കേട്ടോ, 2 ദിവസം സമരമാ. അപ്പൊ സുലോചനാമ്മ കാര്യങ്ങളൊക്കെ ശരിയാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒക്കെ സുലോചനാമ്മ ഇഷ്ടമാണ്. അപ്പോൾ സുലോചനാമ്മയുടെ വാർത്ത നമ്മൾ എത്തിച്ചപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് ചോദിച്ചൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം നമുക്കും പ്രതീക്ഷിക്കാം കേട്ടോ സുലോചനാമ്മ. അപ്പോൾ സുലോചനാമ്മ വിഷമിക്കണ്ട, രാവിലെ ചായയൊക്കെ ഇട്ട് കുടിക്കണം. കാപ്പിയാണോ ചായയാണോ രാവിലെ കുടിക്കുന്നത്? രാവിലെ ചായ സാറേ. ചായ കുടിച്ചിട്ട് എന്തോ ഇന്ന് ദോശയാണോ പുട്ടാണോ രാവിലെ കാപ്പി? തരൂലെന്നൊരു വാക്ക് പറയില്ല. പെൻഷൻ ഗോതമ്പ് ദോശ. നല്ല ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തി ആയിരിക്കും അല്ലയോ? മുളക് ചമ്മന്തി. എനിക്ക് മനസ്സിലായി. കാര്യം സുലോചനാമ്മയെ പോലെ ഒരു അമ്മൂമ്മ എനിക്കും ഉണ്ടായിരുന്നു.
അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു മുളക് ചമ്മന്തി. ഇത് സുലോചനാമ്മ എന്തോ പറയാൻ വന്നു, ഒന്ന് പറഞ്ഞാട്ടെ, എന്തോ പറയാൻ വന്നത് എന്താ? സാറേ എനിക്ക് വീടാണെങ്കിൽ അങ്ങനെ കിടക്കണം സാറേ, വീടൊന്നും ചെയ്യാൻ പറ്റണില്ല. ഇന്ന് എൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു 10 രൂപ വന്നിട്ടുണ്ട്. അത് ഞാൻ വച്ച് ഇന്ന് ജോലി ചെയ്യണം. അത് 1 രൂപ പോലും ചിലവാക്കിയില്ല സാറേ. കടയിൽ ചെന്ന് സാധനം കടം വാങ്ങിച്ചോണ്ട് വന്ന് ആ പൈസ വെച്ച് ഇന്ന് അവർ 4 പേര് പണിക്കാർ നിൽക്കുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ സുലോചനാമ്മ, നമുക്ക് നോക്കാം. ഏതാണ്ട് 2 ആഴ്ച ആവാറായി. ഞങ്ങളെല്ലാവരും ഉണ്ട്. എന്തെങ്കിലും വിഷമം വന്നാൽ റോഷി ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. സന്തോഷം. അപ്പൊ ചേട്ടനടുത്ത് അന്വേഷണമൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. എന്തായാലും നമുക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി മരങ്ങളൊക്കെ മുറിക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. അവര് സംസാരിക്കണോ സാറേ? സംസാരിച്ചോളൂ, റോഷി സംസാരിച്ചോളൂ. ശരി, സന്തോഷം സുലോചനാമ്മ. താങ്ക് യു. സുലോചനാമ്മ നല്ലൊരമ്മയല്ലേ? അപ്പോൾ സുലോചനാമ്മയുടെ വീട്ടിലെ കഷ്ടമാണ് സുലോചനാമ്മയുടെ കാര്യങ്ങളൊക്കെ. പക്ഷേ എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പോലീസുകാരനാണ്. ആ വീടിന് മുന്നിലേക്ക് ഒരു മരം, ഇങ്ങനെ റബ്ബർ മരം ചാഞ്ഞ് കിടന്നിട്ട് പഞ്ചായത്തിൽ 6 മാസമായി കയറി ഇറങ്ങി, തിരിഞ്ഞു നോക്കിയില്ല. അവസാനം റോഷിപാൽ ഇടപെട്ടപ്പോൾ 4 മണിക്കൂർ കൊണ്ട് മരം മുറിച്ചു മാറ്റാനുള്ള തീരുമാനം വന്നു. അത് ഇന്നിപ്പോൾ പൂർണ്ണമായിട്ടും മരം മുറിച്ച് മാറ്റിയിട്ടില്ല, പാതി മരമാണ് മുറിച്ച് മാറ്റിയിരിക്കുന്നത്. ബാക്കി ഒരു 3 മരം കൂടി ചാഞ്ഞ് നിൽപ്പുണ്ട്, അതും കൂടി ഒന്ന് മുറിച്ച് കിട്ടണം എന്നതാണ് സുലോചനാമ്മയുടെ ഒരു ആവശ്യം. റബ്ബർ മരമാണ്. പോലീസുകാരന് സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ അനാവശ്യമായ ഈഗോ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല സഹോദര. സഭയും പള്ളിയൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? ഇങ്ങനൊരു വിവാദ വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് പോകുന്നതല്ലേ നല്ലത്. എന്തായാലും സുലോചനാമ്മയുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. തുടർന്ന് അങ്ങോട്ടും സുലോചനാമ്മയ്ക്കും ചേട്ടനും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. റോഷിപാൽ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. ഇതിന് കൂടുതൽ കാര്യങ്ങൾ